ഹലോ ബ്രോസ്, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ ഞാൻ ചോദിച്ചത് മറ്റേ ലിങ്ക്ഡിൻ വഴി എങ്ങനെ വർക്ക് പിച്ച് ചെയ്യാം എന്നായിരുന്നു. അത് എങ്ങനെയാണെന്നുള്ള ഐഡിയ ഉണ്ടോ? ഞാൻ കുറെ നോക്കിയത് ഒന്നും അങ്ങോട്ട് ക്ലിക്കായില്ല. ഞാൻ നിലവിൽ ഫേസ്ബുക്ക് ക്യാമ്പയിനും OLS ക്യാമ്പയിൻ അങ്ങനെ കുറച്ച് ക്യാമ്പയിൻ വഴിയൊക്കെയാണ് വർക്ക് പിച്ച് ചെയ്യുന്നത്. ബ്രോ, ഞാൻ അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ലിങ്ക്ഡിൻ ത്രൂ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പക്ഷെ അതെങ്ങനെ എനിക്കിതുവരെ അങ്ങനെ പിച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തിന്റെ വർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? അതാണ് ആദ്യം ചോദിക്കുന്നത്. എന്ത് വർക്കാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് നമ്മൾ എടുക്കും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ്സ് ആണെങ്കിൽ അങ്ങനെ, പോസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ, എഡിറ്റിംഗ് അങ്ങനെ, വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിൽ അങ്ങനെ, മോഷൻ ആണെങ്കിൽ അങ്ങനെ, വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെ, എല്ലാം കണ്ടന്റും അതുപോലെ തന്നെ SEO എഡിറ്റിംഗ് ഒക്കെ കിട്ടുന്നു. എല്ലാം എടുക്കും. അപ്പൊ അതിനൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? അതിന് പിന്നെ എൻക്വയറി ഇടാനുള്ള ഓപ്ഷൻ നിങ്ങളെ പ്രൊഫൈലിലെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? പ്രൊഫൈലിൽ നമുക്ക് എൻക്വയറി വരുന്നത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ പേജിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക്. അതല്ല, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് കണ്ട ഒരു നീല ബട്ടൺ. ആ ബട്ടൺസ് ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടോ? വെബ്സൈറ്റ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. കാലണ്ടറി കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടുള്ള. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വെച്ചാൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആവും. പിന്നെ ഒന്നാമത് ഞാൻ പറയാം, അതിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് പിന്നെ ലിങ്ക്ഡിൻ വഴി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വർക്ക് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പ്രൊഫൈൽ കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കുക. എന്നിട്ട് പ്രൊഫൈലിൽ ഒരു നമ്മൾ പ്രോ ആണെങ്കിൽ, ലിങ്ക്ഡിൻ പ്രോ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, നല്ല പ്രോ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ബട്ടൺസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഷെഡ്യൂളിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാലൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് അഡീഷണൽ സാധനം. പക്ഷെ അതിൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റും. ഞാനും ചെയ്യണം വിചാരിച്ചിരുന്ന സാധനം. ബ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി എന്ത് ചെയ്യാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ അതിൽ എനിക്ക് ഒരു അത്യാവശ്യം ഇംപ്രഷൻസ് 20K ഇംപ്രഷൻസ് ഉണ്ടാവണം എനിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം, സ്ട്രാറ്റജീസ് നോക്കാം. ലിങ്ക്ഡിനിലെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ജോസഫ് പുള്ളിയൊക്കെ ക്ലാസ് ഒക്കെ വെക്കണൊക്കെയാ, ഫ്രീലാൻസ് എങ്ങനെ പിച്ച് ചെയ്യാന്നുള്ളത് ഓൺലൈൻ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾ ചെയ്യാഞ്ഞിട്ടാണ്. അതൊക്കെ നമ്മളെ ഈ ലൈവ് തന്നെ നമുക്ക് ഇതിൽ കൂടെ കൊണ്ടുവരാം, ലിങ്ക്ഡിനിൽ ചെയ്യാം. ഞാൻ പിന്നെ വേറെ ഒരാളുണ്ട്, ഒരു മലപ്പുറം ബേസിൽ ഒരു പുള്ളിയുടെ പേര് എന്താണ് മറന്നുപോയി. പുള്ളി ഇതുപോലെ തന്നെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ക്ലാസ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഫ്രീ അല്ലായിരുന്നു ഇത്, ഫ്രീ അല്ലായിരുന്നു, പെയ്ഡാണ്. എത്രയോ രൂപ എന്തോ അടയ്ക്കണം. പുള്ളി ഫേമസ് ആണ്, അത്യാവശ്യം ബ്രാൻഡ് കൺസൾട്ടന്റും, പിന്നെ പുള്ളി സ്വന്തമായിട്ട് ഫേമസ് ഉള്ള ടീമാണ്. പുള്ളിയുടെ പേര് ഞാൻ പുള്ളി ഫോളോ ചെയ്യണ്ട ഇൻസ്റ്റാഗ്രാമിൽ. നമുക്കൊരു നിങ്ങളിപ്പോ വർക്ക് ടാർഗറ്റ് ചെയ്യുന്നത് ആരെന്നുള്ള ഒരു നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക്ഡിൻ വഴി വർക്കുകൾ കിട്ടും. അതിന് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കണം. നമുക്ക് പ്രൂഫ് ഓഫ് വർക്ക് ഇല്ലേ, നമ്മൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ള അതിനൊരു പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വർക്കുകൾ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് പെട്ടെന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കുക. അപ്പോൾ വർക്ക് കിട്ടും. പിന്നെ കുറച്ച് ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്, അതിനൂടെ ലിങ്ക്ഡിൻ മറ്റുള്ള രീതിയിൽ വർക്കുകൾ ചെയ്യാൻ പറ്റും. അത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫിയലർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ എവരിവൺ, കേൾക്കുന്നുണ്ടോ? എന്റെ ഇടയ്ക്ക് വെച്ച് ഇത് കട്ടായി പോയി. നമുക്ക് ആ ടോപ്പിക്ക് നമുക്ക് കേറണ്ടേ? ടോപ്പിക്കിലോട്ട് എന്നാ ടോപ്പിക്കിലേക്ക് കയറിക്കോട്ടെ, ഇപ്പൊ ആൾക്കാരായിരിക്കും. അതിനു മുന്നേ ചെറിയൊരു ഇൻട്രോ ആണ്. DMF കൊച്ചി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസേഴ്സിന് വേണ്ടിയിട്ട് നമ്മള് പിന്നെ അവരുടെ സപ്പോർട്ടിനും എംപവറിനും വേണ്ടിയിട്ടാണ് ഈ DMF കൊച്ചി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ കുറെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യുക. നമ്മളും പിന്നെ നോളജ് ബേസ് ആണെങ്കിൽ നമ്മളും കുറെ നോളജ്
മറ്റു ആൾക്കാരിൽ നിന്ന് എടുക്കാനും നമുക്ക് കൊടുക്കാനും പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കൂടെയാണിത്. ഒരു NGO ടൈപ്പാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മള് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി, വാട്ട് ഈസ് പ്രോഗ്രാമാറ്റിക് SEO, പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പം ഇതിനെ കുറിച്ചിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഞാൻ ഫസ്റ്റ് ടൈമാ കേൾക്കുന്നേ. ഓക്കെ. പ്രവീൺ കേട്ടിട്ടുണ്ടോ? ഞാൻ പ്രോഗ്രാമാറ്റിക് SEO പറ്റി കേട്ടിട്ടില്ല. പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ അഡ്വർടൈസ്മെന്റ് അത് ഇന്നത്തെ ടോപ്പിക്കാണ്. ഓക്കെ, ഡിസ്പ്ലേ ആദ്യം SEO കുറിച്ച് പറഞ്ഞു. റീജോ സോറി ഞാൻ റീജോനും കൂടി ഒന്ന് പറയാനുണ്ട്. ഹലോ, ഓക്കെ, പറഞ്ഞോളൂ. ഇതിൽ ഒരാൾ പുതിയ ആളെ കിട്ടിയിട്ടുണ്ടേ, അപ്പൊ അവനൊന്ന് പരിചയപ്പെടലുമായി. റിജോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ടു. ഓക്കെ, റിജു മൈക്ക് ഓണാക്കാൻ പറ്റുമോ? മൈക്ക് ഓണാക്കാൻ പറ്റാൻ സാഹചര്യത്തിലാണോ? റിജോ ബ്രോ മൈക്ക് ഓണാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പ്രോഗ്രാമാറ്റിക് SEO അല്ലെങ്കിൽ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തുടങ്ങണോ? തുടങ്ങണോ? പ്രവീൺ ബ്രോ അഡ്വർടൈസ്മെന്റ് പറഞ്ഞോളൂ. തുടങ്ങിട്ടോ, ടൈം കളയണ്ട. ഹലോ, സ്ലൈഡ് എടുക്കാനുള്ള താമസമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമാറ്റിക് SEO ഒരു PSEO എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഒരുവിധം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പ്രോഗ്രാം ചെയ്യാൻ അതല്ലേ. അപ്പോൾ എന്താ ചെയ്യാ, നമുക്ക് ഇങ്ങനത്തെ പോസ്റ്റുകൾ ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ അങ്ങനത്തെ എനിക്ക് SEO പറ്റി അറിയില്ല. ഡെയിലി ആയിട്ട് എന്തെങ്കിലും സാധനം ചെയ്യാൻ. ഓക്കെ, സോറി. ഹലോ, മൈക്ക് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ഞാൻ പറയുന്നുണ്ടായി, പക്ഷെ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. പ്രോഗ്രാമാറ്റിക് SEO എന്ന് പറയുമ്പോ നമ്മള് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ പേജും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടി SEO കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, ഓരോ പേജും ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോ നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്, ഓരോ പേജിന്റെ SEO കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ പ്രോഗ്രാമാറ്റിക് SEOയുടെ ബെനിഫിറ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നിട്ട് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് പേജ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ പ്രോഗ്രാമാറ്റിക് SEO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മള് ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പോ വേൾഡ് വൈഡ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതില് ഒരു കാറിന്റെ പിന്നെ സെക്കൻഡ് കാർ സെയിലിംഗ് ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ രണ്ട് കാറ് തമ്മിലുള്ള എന്തൊക്കെയാണ്, പിന്നെ ആ കാറ് ഒരാളിപ്പോ കാറ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക ആ ഒരു പിന്നെ വെബ്സൈറ്റിലോട്ട്. അപ്പൊ കാർ എടുക്കാൻ വേണ്ടി വന്നപ്പം അയാൾക്കൊരു ഉണ്ട്, ഈ കാറിനെക്കാട്ടും ബെറ്റർ ആണോ ഇത്, കമ്പാരിസൺ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റില് പ്രോഗ്രാമാറ്റിക് SEO എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാല് നമുക്കതായിട്ട് ഒരു കസ്റ്റമർ വന്ന് അതിൽ നോക്കുമ്പോൾ ഈസി ആയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെയുള്ള കമ്പാരിസണും കാര്യങ്ങളൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യാനായിട്ടാവും. അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പം കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് എന്തേലും ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കേട്ടോ. പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഇപ്പൊ നോർമലി നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന വെച്ചാൽ മെറ്റയിൽ അല്ലെങ്കിൽ ഗൂഗിളിലാണ്. ഓക്കെ, ഇപ്പൊ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പറയുവാണെങ്കിൽ ഒരു ആൻഡ് എക്സ്ചേഞ്ച് ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിളിന്റെ അകത്തുള്ളത്.
എന്ന് വെച്ചാൽ അഡ്വർടൈസേഴ്സും പബ്ലിഷേഴ്സും തമ്മിലാണ് ഈ നമുക്കൊരു വെബ് പേജ് ഉണ്ടെങ്കിൽ നമ്മള് പബ്ലിഷേഴ്സ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ വെബ് പേജില് മറ്റുള്ള ആൾക്കാർക്ക് വന്ന് അഡ്വർടൈസ്മെന്റ് ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആഡ്സ് ഇടാൻ നിങ്ങളൊരു സ്പേസ് കൊടുക്കുന്നു. ആഡ്സ് ഇടുന്ന ഒരാൾ, ആഡ് കണ്ടന്റ് ക്രിയേറ്റർ ഒരാൾ ഉണ്ടാവില്ലേ? അതെ, ഈ അഡ്വർടൈസേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്നു. പിന്നെ ഗൂഗിൾ ആഡ്സും മറ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ. ഹലോ ഹലോ അത് അശ്വിൻ അറിയാതെ പോയതാണെന്ന് തോന്നുന്നു. ഓക്കെ. എന്ന് വെച്ചാൽ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം, DSP SSP ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? DSP SSP, പിന്നെ DMP എന്ന് പറയും. DSP എന്ന് പറയുമ്പോൾ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറയും. നമ്മള് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഡിമാൻഡ് ചെയ്യുവാണ്, ഞങ്ങൾക്ക് ഇത്ര ആഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട്, അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഇന്ന പ്ലാറ്റ്ഫോംസ് ഞങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് എൻക്വയറി കൊടുക്കും. അപ്പം ഇതിന്റെ ഇടയ്ക്കാണ് ഈ ആഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉള്ളത്. ആഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന എലമെന്റ് ഇത് പ്രോസസ് ചെയ്തിട്ട് എവിടെയൊക്കെ വെബ് പേജുകൾ ഉണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയാസിൽ എവിടെയൊക്കെ വെബ് പേജുകൾ ഉണ്ടോ, നമ്മൾ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ അഡ്വർടൈസ്മെന്റ് ഇടുന്നത്. അപ്പം ആ വെബ് പേജിലോട്ട് ഈ ഒരു പിന്നെ അഡ്വർടൈസ്മെന്റ് പോകും എന്നുള്ളതാണ്. പല വെബ്സൈറ്റിലോ അഡ്വർടൈസ്മെന്റ് പോകും. ആ വെബ്സൈറ്റിനെ വിളിക്കുന്ന പേരാണ് പബ്ലിഷേഴ്സ്. എന്ന് വെച്ചാൽ വലിയ വലിയ വാർത്താ ന്യൂസ് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ന്യൂസ് ഇടുന്ന കുറെ വെബ്സൈറ്റുകളുണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കും. അപ്പം പബ്ലിഷേഴ്സ് ആണ് അവര്. അപ്പോ ഇതെല്ലാം നമുക്ക് ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി ഡാറ്റ നമുക്ക് എടുത്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഗൂഗിൾ ഡാറ്റ സെറ്റ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിട്ടുണ്ടോ? ഗൂഗിൾ ഡാറ്റ സെറ്റ് സെർച്ച്. ഇല്ല, പിന്നെ ഞാൻ ആ DMC DFC ആ ഒരു ടേം ഒന്ന് പറഞ്ഞാലോ? അഗ്രിമെന്റ് അബ്രിവേഷൻ പറഞ്ഞാലും മതി. ആ ഒരു സാധനം എനിക്കൊന്ന് മനസ്സിലായില്ല, എനിക്കൊന്ന് മിസ്സായി തോന്നണം. അതിന് ശേഷം ഞാൻ അതാണ് സാധനം. ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ DMB അല്ലേ? DMB അല്ലേ ഉദ്ദേശിച്ചത്? ഹലോ, യെസ് DMB അല്ലേ ഉദ്ദേശിച്ചത്? മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, DFC DMB, പിന്നെ അതുപോലെ തന്നെ 3 കാര്യമായിട്ട് സ്റ്റാർട്ടിങ് വിത്ത് D. DSP എന്ന് പറയുമ്പോൾ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോംസ്. ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോംസ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇടാൻ വേണ്ടി നമ്മൾ ഓരോ പ്ലാറ്റ്ഫോംസ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പം നമ്മള് പിന്നെ നമ്മൾ അതില് ഇൻഫർമേഷൻസ് കൊടുക്കും. നമുക്ക് ഇന്ന അഡ്വർടൈസ്മെന്റ് ഗൂഗിളിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഓരോ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് ആഡ് എക്സ്ചേഞ്ചിലോട്ട് ഈ ഒരു ഇത് പോകും. ആഡ് എക്സ്ചേഞ്ചിൽ പോയിട്ട് ആഡ് എക്സ്ചേഞ്ചിൽ നിന്നാണ് ഇത് പബ്ലിഷേഴ്സിലേക്ക് പോകുന്നത്. പബ്ലിഷേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ വെബ്സൈറ്റുകളാണ്. നമുക്കിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് മോണിറ്റൈസ് ചെയ്യുക പറയുന്ന ആഡ്സെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളൊരു കണ്ടിട്ടുണ്ടോ? ആഡ്സെൻസ് കേട്ടിട്ടുണ്ടോ? അതെ. അപ്പം ഈ ആഡ്സെൻസ് നമ്മുടെ ഇതില് വെബ് പേജിൽ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലോട്ടും ആ ഒരു അഡ്വർടൈസ്മെന്റ് വരും എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഈ ഒരു മെത്തേഡിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇതിലും കുറെ കൂടുതൽ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങള് അത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളില് ഇപ്പൊ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിസ്പ്ലേ ആഡ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്.
കാരണം ഡിസ്പ്ലേ ആഡ്സ് നമ്മൾ ചെയ്യുന്ന പണ്ടതായിരുന്നു ഡിസ്പ്ലേ ആഡ്സ്, ഇപ്പൊ നമ്മൾ പിമാക്സ് ചെയ്താലും വർക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിളില്. അപ്പോൾ ഡിസ്പ്ലേ ആഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് പല പല വെബ്സൈറ്റുകളിൽ നമ്മുടെ ഇത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ നോർമൽ എന്താ പറയണ്ടേ, ഗൂഗിൾ ആഡ്സിൽ നമ്മൾ ആഡ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. ഇത് ആക്ച്വലി നമ്മൾ പല പല ടൂൾസ് യൂസ് ചെയ്താണ് നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് തബൂല എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്, ദെൻ പിന്നെ ആഡ് റോൾ ഉണ്ട്, പിന്നെ ഗൂഗിളിന്റെ തന്നെ Div 360 എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലൊക്കെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങളും ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബേസിക്കലി പ്രോഗ്രാമാറ്റിക് ടൂൾസിന്റെ പേരെന്ന് പറയോ? Div 360, തബൂല, ആഡ് റോൾ. താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മൾ നോർമലി എന്താ പറയുക, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ബ്രോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ബ്രോക്ക് എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞല്ലോ അതില്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്താൽ എങ്ങനെയാണ് അത് ഉപയോഗിച്ചത് എന്നുള്ള ഒരു സിനാരിയോ പറഞ്ഞാൽ മതി. അതിന്റെ അതന്നെ എക്സാക്ട് വേണമെന്നില്ല. ക്യാമ്പയിൻ നടത്തേണ്ടി വന്ന സമയത്ത് ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, എനിക്ക് കാര്യമുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, കാരണം വെച്ചാൽ ഓൾറെഡി ഫണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് നോക്കിയതാ. ഇതാണ് തബൂല എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഫണ്ട് നമുക്ക് നോർമലി ഫേസ്ബുക്കിലൊക്കെ ആടുന്ന പോലെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇത് ആക്ച്വലി ഞാനിപ്പോ തബൂല ആഡ്സ് പോലെ കാണോ എന്ന് നോക്കിക്കോട്ടെ. ഏതെങ്കിലും ഒരു ഇപ്പൊ സപ്പോസ് ചില വെബ്സൈറ്റുകളുണ്ട്, അതെനിക്ക് ഏതാണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ ഒന്ന് ഷെയർ ചെയ്യുമ്പോഴേ കുഴപ്പമില്ല, ഞാൻ എനിക്കും കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാനുണ്ട്. ബ്രോ ഒന്ന് ചെയ്താൽ മതി. ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പൊ താഴേക്ക് വരുമ്പോ ഇതൊക്കെ ഒരു അഡ്വർടൈസ്, ആക്ച്വലി ഏറ്റവും ലോഡിങ് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഇത് ഒരു കനേഡിയൻ ഒരു ഇമേജ് കാനഡ. അപ്പൊ ഇതിവിടെ താഴത്ത് നമ്മൾ URL നോക്കിയിരിക്കും. അത് മേ ബി ഇത് കണ്ടോ, ഇത് ഇവിടെ താഴെ URL തബൂല വന്നുണ്ടോ? ചെറുതായിട്ടൊരു വൈഫൈ ഇഷ്യൂ കൂടുതലുണ്ട് ബ്രോ. സ്ക്രീൻ പോയി, ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോ ഞാൻ ടൈംസ്, ഇപ്പൊ ഈ ഏറ്റവും ടോപ്പിലെ URL ഉണ്ടല്ലേ, timesofIndia.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. ഈ URL പൊക്കത്തെ കാണുന്ന ചെറുതായിട്ട് സ്റ്റെക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ കിട്ടുന്നുണ്ട്. സെലക്ട് ചെയ്ത URL കാണുന്നില്ലേ? കാണുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ അതിലാണ് .ഇന്ത്യ ടൈംസ്. ഈ പാസ്പോർട്ടിന്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്യാണ്. ഇവിടെ താഴത്ത് ഏറ്റവും താഴെ സ്ക്രീനിന്റെ താഴത്ത് ക്യാമ്പയിൻ ഈസ് ഈക്വൽ ടു തബൂല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? ഇത് ആക്ച്വലി തബൂല യൂസ് ചെയ്തിട്ട് അവർ ചെയ്തേക്കുന്ന ആഡ്സ് ആണത്. ഇതിപ്പോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മേ ബി വേറെ പേജിലേക്കായിരിക്കാം റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രമാറ്റിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. മേ ബി ഇപ്പോ വലിയ ആർട്സ് ഇതേപോലെ ബാനർ പോലെ വന്ന് കാണിക്കാം. അതേപോലെ തന്നെ പല പല രീതിയിൽ ഡിസ്പ്ലേ ആർട്സ് തന്നെ ആണ് സംഭവം. അതിലല്ല, അതുകൊണ്ടല്ലേ ഈ പ്രോഗ്രാമാറ്റിക് എന്ന് പറയുന്നത്. പല രീതിയിലും പല നമ്മള് മറ്റേന്ന് വെച്ചാൽ ആ സ്പേസുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോഡിങ്ങിൽ ഇടണം. ഇത്ര സ്പേസ് നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, നേരെ മറിച്ച് നമ്മൾ ചിലപ്പോൾ മനോരമ ന്യൂസിലേക്ക് അത് കാണിക്കുന്ന ഒരിക്കലും പ്രോഗ്രാമാറ്റിക് ആർട്സ് അല്ല കാണിക്കുന്നത്. അത് പ്രൈവറ്റ് ആർട്സ് ആയിരിക്കും അത് കാണിക്കുന്നത് അല്ലേ? അതെ. ഇപ്പൊ ഇതാണ് ഇപ്പോ ഈ പറഞ്ഞ ഈ ഒരു
പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പ്രോഗ്രാമാറ്റിക് ഇത് ഇപ്പൊ ഓക്കെ, ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷെയർ പണ്ടായിരുന്നെങ്കിൽ ചെയ്ത് പ്രോഗ്രാമാറ്റിക് എസ്ഇഒന്റെ എന്തെങ്കിലും ഒന്ന് എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമായിരിക്കും? അത് കിട്ടും, അത് കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് എന്താണ് വേണ്ടേ? അല്ല, അന്ന് ഷബീർ ചെയ്തായിരിക്കും ബെറ്റർ. ഞാനിത് ഇവിടെ എഴുതിയ ഞാൻ കുറച്ച് ഇതിനെ കുറിച്ചിട്ട് നോക്കിയായിരുന്നു. പിന്നെ അതിൽ വേറൊരു കാര്യം പറയാം, പണ്ടായിരുന്നെങ്കിൽ ഗൂഗിൾ ആഡ്സും ആമസോൺസും ഗൂഗിളും ആമസോൺസും ഒക്കെ ആയിരുന്നു ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോംസ്. ഇപ്പൊ പല ആൾക്കാരും ഈ ഒരു പ്രോഗ്രാമാറ്റിക് എസ്ഇഒ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതല്ലേ ഈ തബൂല എന്ന് പറയുന്നത്? അല്ല, തബൂല അഡ്വർടൈസ്മെന്റ് ആണ്, പ്രോഗ്രാമാറ്റിക് എസ്ഇഒ അല്ല. പക്ഷെ എനിക്ക് ഇതിന്റെ ഡിഫറൻസ് എനിക്ക് അറിയത്തില്ല. പ്ലാറ്റ്ഫോം ആയിരിക്കുമല്ലോ തബൂല എന്ന് പറയുന്നത്. തബൂല എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ആണ് തബൂല. പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ. അതേപോലെ ആഡ് റോൾ ഉണ്ട്, പിന്നെ ഇതേപോലെ തന്നെ അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കുറെ കിട്ടുന്നു. ഹലോ, ഞാൻ നോക്കട്ടെ. ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചതുണ്ട്. എക്സാമ്പിൾ എസ്ഇഒ ഞാൻ നോക്കിയപ്പം ഇതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ വെബ് പേജുകൾ ജനറേറ്റ് ചെയ്ത് വരും. അതാണ് സംഗതി. അതിന് പക്ഷെ അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ നിൽക്കുന്നത്. അതെ, സാപ്പിയർ വെച്ചിട്ടൊക്കെയാണ് അത്. വേർഡ് പ്രസ്സിലൊക്കെ അത് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സാപ്പിയർ ഉപയോഗിച്ചിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് CSV ആയിട്ട് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ടെംപ്ലേറ്റിംഗ് ചെയ്യാന്ന് പറയും. ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സൽ ഫോട്ടോ കൊടുത്ത് പിന്നെ ഡാറ്റ കൊടുക്കുക. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ആ എക്സൽ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. അത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ. ഹലോ, കാണുന്നുണ്ടോ? ഇതാ ഗാർഡൻ ആൻഡി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണിത്. കാണുന്നുണ്ടോ? ഇതിലൊരു ഹൗ ടു സെക്ഷൻ ഉണ്ട്. ഇതാ ഈ ഹൗ ടു മുഴുവനും എന്ത് വെച്ചുണ്ടാക്കിയതാണ്, പ്രോഗ്രാമാറ്റിക് എസ്ഇഒ ആണ്. ഹൗ ടു എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഇഷ്ടംമാതിരി പേജുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഒരേ സാധനം വെച്ചിട്ട് കൊടുത്തതാണ്. ഇതിൽ എന്താന്ന് വെച്ചാൽ ഹൗ ടു എന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഹൗ ടു എന്നുള്ള ഒരു പേജ് ഉണ്ടാക്കും. ഒരു പേജിന് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഇമേജും CSV ഇട്ടിട്ടുണ്ടോ? CSV ഫയൽ, എക്സലിന്റെ ഒരു കോമ സെപ്പറേറ്റഡ് ഇതാണ് CSV എന്ന് പറഞ്ഞ ഫയൽ. അപ്പൊ അതിൽ അവരെന്ത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇമേജിനുള്ള ഇമേജ് നമ്പർ 1 എന്ന് കൊടുത്തു, മനസ്സിലായില്ലേ? ആ ഇമേജ് അവിടെ കൊടുത്തു. ഒരു എക്സൽ ഉപയോഗിച്ചിട്ട് ഫുള്ള് ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക. ഇപ്പൊ ഇതിൽ നോക്കുമ്പോൾ കണ്ടില്ലേ, ഇതിന് ഈ പേരിനടക്കം ഈ ഹൗ ടു ഗ്രോ എന്ന ഇംഗ്ലീഷിലുള്ള ഇതടക്കം അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ലിങ്ക് അടക്കം അവരുണ്ടാക്കും. പിന്നെ ഇവിടെ എന്ത് ചെയ്യും, ബ്രാക്കറ്റിൽ ഇമേജ് എന്ന് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വെൻ ടു പ്ലാന്റ് എക്രോഷൻ, ഇവിടെ വെൻ ടു എന്ന് കഴിഞ്ഞ ശേഷം ഇവിടെ ബ്രാക്കറ്റ് ഇടും. ഈ എക്രോ എന്നില്ലേ, ഈ രണ്ട് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ രണ്ട് സാധനം മാത്രം ഇവിടെ ഡൈനാമിക് കണ്ടന്റ് വരും. ഇവിടെ രണ്ടിടത്ത് ഡൈനാമിക് കണ്ടന്റ് വരും. ഇനി അത് ഞാൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെൻ ടു കഴിഞ്ഞിട്ട് ബാക്കി നമ്മളിപ്പോൾ വായിക്കുകയാണെങ്കിൽ തന്നെ ഈ സാധനത്തിൽ ഒരുവിധം ഒക്കെ സെയിം കണ്ടന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള സാധനങ്ങൾക്ക് മാത്രം എന്തേ ഉള്ളൂ, ഡൈനാമിക് കണ്ടന്റ് വരുള്ളൂ. ഡൈനാമിക് എസ്ഇഒ എന്ന് ഉദ്ദേശിക്കുന്നത് കൺഫേം ആക്കാൻ വേണ്ടി, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മൾ റൺ ചെയ്യുന്നു, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി പേജ് സെറ്റ് ആവുന്നു, അതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ മെറ്റാ ടൈറ്റിൽ ഒക്കെ അതിൽ തന്നെ സെറ്റ് ആവുന്നു. അതാണോ ഉദ്ദേശിക്കുന്നത്? യെസ്, അത് തന്നെയാണ്. അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയോ? ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ ഭാഗം എടുക്കണം. നമ്മൾ എക്സാമ്പിൾ ഇപ്പൊ ഈ ഗാർഡൻ ആൻഡി റീജിയൻ ബേസ്ഡ് ഒക്കെ ചെയ്യാം. ഈ ഗാർഡൻ ആൻഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ എന്താണ്, നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഇതാക്കണേ. പിന്നെ നമുക്കിപ്പോ ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ 100 പ്രൊഡക്റ്റ് മാത്രമല്ലാതെ മറ്റുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് എഴുതിയിട്ടും നമ്മളെ ഇതിലോട്ട് എന്ത് ചെയ്യണം, ട്രാഫിക്കിനെ കൊണ്ടുവരണം. ഇതെന്ന് വെച്ചാൽ ഇതിപ്പോ ഹൗ ടു നമുക്കിപ്പോ ഏതിപ്പോ നമ്മളെ തെങ്ങ് തൈ എങ്ങനെ നടാന്നുള്ളതിൽ കൊടുക്കാം.
മനസ്സിലായ? ഓക്കെ. പക്ഷെ എന്നാൽ പക്ഷെ എന്താ അതും ഗാർഡൻ ആൻറ്റീസിക്ക് തന്നെ വരും. ഓക്കെ. അപ്പൊ ഇവരിത് വായിച്ചതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യും, ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യും, ടാക്സും കാര്യങ്ങളായിട്ട് ഇവിടുന്ന് വേറെ ലിങ്ക് ജനറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇതിൽ കാണിക്കുന്നത് പിന്നെ ഈ ഡോഗിൻ്റെ എക്സാമ്പിൾ ഒരാൾ ഒരു എക്സാമ്പിൾ പറയാണ്. പിന്നെ ഡോഗിനുള്ള ഫുഡില്ലേ, ഡോഗിനുള്ള ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഡോഗിൻ്റെ ഫുഡാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് പിന്നെ അയാളപ്പോൾ ഇത് ചെയ്യുക, ഡോഗിൻ്റെ ബെസ്റ്റ് ഡോഗ് ഫുഡ് എന്ന് മാത്രമാണ് അവരുടെ ഈ കീവേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ സാധനത്തിന് പ്രോഗ്രാമാറ്റിക് SEO ഉപയോഗിച്ചിട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിൻ്റെ ബ്രീഡ് ഉണ്ടല്ല, ഡോഗിന് ഫുഡാണ്. അപ്പോൾ ഈ ദുനിയാവിലുള്ള എല്ലാ ഡോഗിൻ്റെ പേരിലും അവർക്ക് കൊടുക്കുക ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബ്രീഡ്സിൻ്റെയും ഒരു ഇതെടുക്കുക ലിസ്റ്റ്, ഒരു 200-300+ ബ്രീഡ്സ് ഉണ്ട്. അതെന്ത് ചെയ്തു, എക്സലിന് കാഗിളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സലിനൊക്കെ ആയിട്ട് കാഗിൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഡാറ്റ സെറ്റ് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ മറ്റേ കാഗിള്. നിങ്ങൾ അത് ഇവര് മറ്റേ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഇതാണ് കാഗിൾ ഡാറ്റാബേസ്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡാറ്റ സെറ്റുകളൊക്കെ കിട്ടും. കുറേ ഡാറ്റ സെറ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നമുക്ക് CSV ആയിട്ട് എന്ത് ചെയ്യാം, ഗൂഗിളിന്റെ ഉണ്ടല്ലോ, ഗൂഗിളിന്റെ ഗൂഗിളിന്റെ ഇപ്പൊ എക്സാമ്പിൾ ഫാഷൻ നോവൽ റിവ്യൂസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ CSV ആയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യണേ, അപ്പോൾ ഞാൻ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പേര് പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. ഇന്ന് കുറച്ച് നേരം കൊണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇതിനെ നോക്കിയത്. അപ്പോൾ അതിന് ഞാൻ ഒരാളെ പേര് ഷെയർ ചെയ്താൽ മൂപ്പര് അതിൻ്റെ എക്സ്പേർട്ടാണ്. ഇതിൽ പ്രോഗ്രാമാറ്റിക് SEO, ഗൂഗിൾ ഗ്രാനൈറ്റ് ആവശ്യമൊക്കെ അതിന് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളെ പേര് വരുന്നത് എന്തേന്ന് ഇയാളുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് സെർച്ച് ചെയ്തത്. ആർക്കെങ്കിലും എക്സ് ഉണ്ട്? അതാ ഹലോ കാണുന്നുണ്ടോ? ഇവരെ വീഡിയോ ഉണ്ട്, ഇവര് അതിന് അടിപൊളിയാണ്. പ്രോഗ്രാമിംഗ് SEOന്റെ അടിപൊളി ആളാണ് ഇവൻ. മൂപ്പരായി സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കി അത്യാവശ്യം നല്ല ടീം തന്നെയാണ്. ഇവരാണെങ്കിൽ എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഇവന് അതിൽ കാണിക്കുന്നുണ്ട്. ഇവന് യൂട്യൂബ് ചാനൽ ഉണ്ട് അടക്കം. എനിക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇതിൽ ഗ്രൂപ്പിൽ തന്നെ വിടാം. എക്സിൽ ആരൊക്കെ ഉണ്ട്? ഹലോ, എക്സില് ഉണ്ട്, പക്ഷെ എനിക്ക് അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നമ്മളൊക്കെ കണക്ട് ചെയ്യും, അതിനാണ്. പ്രവീൺ ബ്രോ, ഹലോ, ഒരു ഐഡിയ കിട്ടിയോ? അപ്പൊ എക്സാമ്പിൾ എന്താ വെച്ചാല് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെസ്റ്റ് പിന്നെ എന്താണ് ഡോഗ് ഫുഡ് എന്നുള്ള രീതിയിൽ വരുന്നതിന് പകരം ബെസ്റ്റ് ഡോഗ് ഫുഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഇപ്പൊ എന്താണ് എന്തൊക്കെ കുറെ രീതിയിലില്ലേ, ജർമ്മൻ ഷിപ്പ്യാർഡാ, അങ്ങനെ കുറേ സാധനങ്ങൾ. അതിനൊക്കെ എന്ത് ചെയ്യും, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് നോക്കിയിട്ട് അതിലെന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ഈ ഫുള്ള് കണ്ടന്റ് എഴുതാതെ ബാക്കിയുള്ളതൊക്കെ ടെംപ്ലേറ്റിൽ നിന്ന് ഓട്ടോ ഫിൽ ചെയ്യും. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അച്ചടിക്ക് തന്നെ അറ്റ് എ ടൈം എന്ത് ചെയ്യും, അതിന് ഒന്നും ചെയ്യണ്ട. അത് CSV റെഡിയാക്കി കൊടുത്ത് എൻ്റർ അടിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി SEO റിലേറ്റഡ് സാധനമൊക്കെ വന്ന് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ലിങ്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരും, ഒരു പേജ്. നമ്മുടെ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡോഗിന്റെ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇത് കാണിക്കും. അതിന് നല്ലൊരു എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. ഇവന്റെ യൂട്യൂബ് കാണലാണ് ഏറ്റവും നല്ലത്. ഇവന്റെ യൂട്യൂബിന്റെ ഇത് നോക്കിയാൽ മതി. അഭിഷേക് സൂദ്, ഇവന് അടിപൊളിയാണ് ആള്. ഇവന്റെ ക്ലാസ്, ഇവന്റെ ഇഷ്ടംമാതിരി ടൂൾസ്. ഞാനൊരു ടൂൾസ് കാണിച്ചു തരാം. ടൂൾസ് ഇട്ടുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടം. ഇതിൽ കുറെ ടൂൾസ് ഉണ്ടാവും. ഇതാർക്കെങ്കിലും അറിയോ? ഈ ടൂൾ കണ്ടിട്ടുണ്ടോ? സൂള് എന്നാണ്. ഞാൻ മറ്റേ മാറി അടിച്ചതാണ്, അതാണ് ഇതിൽ വരുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അടിപൊളി സാധനമാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഓരോ സ്ഥലത്തുള്ള കീവേഡ്സുകളാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പഠിക്കാം. ഒരു നോർമൽ ഒരു ഷാഫിന്ന് വെറുതെ കൊടുക്കുക, വെറുതെ
ഞാൻ അങ്ങനത്തെ ഒരു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ കീവേഡ് ഇതിന് ഡിഫറൻസ് നോക്കിയിട്ടാ യൂട്യൂബിൽ ഷാഫി പറമ്പിൽ ഷാഫി സ്പീച്ച് ഇങ്ങനെയൊക്കെ വന്നേ യൂട്യൂബില് ഇബേൽ അതല്ല. ഇത് ആൻസർ ഇത് അടിപൊളി എന്തൊക്കെ ടൂൾസ് ഉണ്ട്. ഇത് വലിയ ഇതാക്കി വെക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇതിലാണ് ഇരിക്കാറുണ്ടാവുക. ഈ സാധനം ഉണ്ട്. ഈ സാധനം കൊണ്ട് ബെസ്റ്റ് ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ ബെസ്റ്റ് സ്റ്റാർ കൊടുത്തപ്പോ കണ്ടില്ല. നിങ്ങൾക്ക് ഈ വൈൽഡ് സെർച്ചിങ്ങിനെ കുറിച്ച് ധാരണ ഉണ്ടാ? ഇല്ല, ഇത് ഫ്രീ ടൂൾ ആണോ? ഇത് ഫ്രീ ടൂൾ ആണ്. ഇത് അടിപൊളി സാധനമാണ്. ഇതൊക്കെ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചതാണ്. ഇഷ്ടംമാതിരി സാധനങ്ങൾ ഇനി വരാനുണ്ട്. ഇത് ഞാനൊരു ഡിസ്ക്ലൈമർ ആദ്യം പറഞ്ഞുതരാം. എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒരു സാധനവും ഇല്ല. ഞാൻ ഈ റിലേറ്റഡേ അല്ല, SEO റിലേറ്റഡോ അല്ല. യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? യൂട്യൂബ് ചാനലിന്റെ പേര് ഇവന്റെ ഇതാണ്, അഭിഷേക് സൂദ്. അഭിഷേക് സൂദ് എന്ന് അടിച്ചാൽ മതി. അഭിഷേക് സൂദിന്റെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ എന്റെ ഉണ്ടാവും. യൂട്യൂബില് ഒന്ന് ലിങ്ക് ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ ഇതൊക്കെ നമ്മള് ടൈം എടുത്ത് ചെയ്യണതാണ്. ഒന്നും വേണ്ട. നിങ്ങള് നല്ലൊരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഓക്കെ ഇത് ഭയങ്കര രസമുണ്ട്. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇനി കുറെ ഞാനിത് അപ്പോഴാണ് ഈ സാധനം വൈൽഡ് സെർച്ചിനെ കുറിച്ച് പഠിച്ചത്. കുറെ പഠിക്കാനുണ്ട്. അപ്പൊ അത് പിന്നെ നോക്കാം. ഇത് എനിക്ക് നല്ലൊരു ഇഷ്ടം. അതിന്റെ ഞങ്ങളുടെ ടൈം കളയാന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ അതൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം. എനിക്ക് മനസ്സിലായത് സ്ലൂവിന് എനിക്ക് മനസ്സിലായത് ഇപ്പം നമുക്ക് ഏതൊക്കെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമില് റെലവെന്റ് ആയിട്ട് ഇരിക്കുന്ന കീവേഡ്സ് അല്ലെ, ലോങ് ടൈം കീവേഡ്സ് ആണ് അതിൽ കാണിക്കുന്നത്. ഇതൊന്ന് ലോഡ് ചെയ്യട്ടെ. ഇതാണ് പ്രോഗ്രാമാറ്റിക് SEO എന്നാണ് ഇവന്റെ പേര് ഇതിൽ കൊടുത്തിട്ട്. ഇത് പ്ലേ ലിസ്റ്റ് ആണ്. ഇവന് ഓട്ടോമേറ്റ് ആൻഡ് ചിൽ ബൈ ഇതാണ് ഇവന്റെ ഇത് വരുന്നത്. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് നമുക്ക് അതാണ് കമ്മ്യൂണിറ്റിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത് നല്ലൊരു റെഫറൻസ് ആണ്. അടിപൊളി സാധനമാണ്. ഇതിൽ നിന്നുള്ള ടൂളാണ് ഞാൻ പോയി ചെയ്തത്. ഇതിന് ഇനി വേറെയും ടൂളുകൾ ഇനി ഇഷ്ടംമാതിരി വേറെ കിടക്കുന്നുണ്ട്. അത് വേറെ ഇവനാണ് നല്ല ഫോളോ ചെയ്ത് ചെയ്ത് അടിപൊളിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപൊളി. ഇനി ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും. ഇതിൽ നല്ല എക്സാമ്പിളും കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാമറ്റൈസിങ്ങിന്റെ ആ എക്സാമ്പിളെ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ 2 എക്സാമ്പിൾ അവന്റെ എക്സാമ്പിളാണ്. പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ് പ്രവീൺ ബ്രോ എക്സ്പ്ലെയിൻ ചെയ്യോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല ബ്രോ, ഇതാണ് ബേസിക്കലി വരുന്ന കാര്യങ്ങൾ. ബാക്കി നമ്മുടെ ഈ ഗൂഗിൾ ആഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ബട്ട് ഇത് ഇതേപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ ആഡ്സിൽ വരുന്നു. അതാണ് സംഭവം. നമ്മളിപ്പോ കാണിച്ച എക്സാമ്പിൾ അല്ലേ ഇതേപോലെ. ബ്രോ ചെയ്തിട്ടുള്ളതല്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി കാര്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അതിന് പല റീസൺസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്ത പ്രൊഡക്റ്റ് സർവീസ് എന്ന് വെച്ചാൽ സ്റ്റഡി അബ്രോഡിന്റെ ആയിരുന്നു. അപ്പൊ അത് അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് നമുക്ക് ലീഡ് ജനറേഷൻ കാര്യമായിട്ട് നടക്കത്തില്ല. അതാണ് സത്യം. അതന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു അവയർനെസ് നടക്കും. പിന്നെ ഷോപ്പിംഗ് ക്യാമ്പയിൻസിന് ബെറ്റർ ആണ്. അല്ലാതെ നമുക്ക് ലീഡ് ജനറേഷൻ നല്ലതല്ല. ബ്രാൻഡിങ്ങിന് ബെറ്റർ ആണെന്ന് അല്ലേ? അതെ, ബ്രാൻഡിങ്ങിന് ബെറ്റർ ആണ്. അതിന്റെ പ്രോസസ് എനിക്കിപ്പോഴും ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ ഒരു വെബ്സൈറ്റിലൂടെ ഇടുവല്ലേ ചെയ്യുന്നത്. പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ CSV ഫയല് എടുത്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിന് CSV ഫയലിന്റെ യാതൊരു കാര്യമില്ല. നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്താൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ക്രിയേറ്റീവ്സ് കൊടുക്കുക, ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക. പക്ഷെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരൊറ്റ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയോ? ഒരു ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി? ഒരു ഡാറ്റ സെറ്റുമായിട്ടുള്ള അങ്ങനെ ഒരു സാധനം ഒന്നും ഇല്ല? ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാറ്റ്ഫോംസ് ആണ്. ഒരു പ്ലാറ്റ്ഫോം ടാബൂലയിൽ അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല. അല്ല, എനിക്ക് ഈ പ്രോഗ്രാമാറ്റിക് SEOനെ കുറിച്ച് മനസ്സിലായത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ഡാറ്റ സെറ്റ് കൊടുത്താൽ കഴിഞ്ഞാൽ കൂടുതൽ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് പേജ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഡാറ്റ സെറ്റ് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പൊ എക്സാമ്പിൾ ഇതൊരാള് പിന്നെ ഈ 300-400 ഇത് ഉണ്ടാക്കണതിന് പകരം ഇത് ഒറ്റ ബട്ടണിൽ എന്ത് ചെയ്യുക, അത്രയും സാധനങ്ങൾ അത് ഫോർ ലൂപ്പ് ഇട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പ്രോഗ്രാമേഴ്സിന് അത്ര റിസ്ക് ഉള്ള സാധനമൊന്നും അല്ലത്. ഇതിപ്പോ അതേ രീതിയിലുള്ള ഒരു സാധനം ഇതിൽ റൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ടെംപ്ലേറ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നോക്കണില്ലേ, അപ്പോൾ എന്താണ് നമ്മളെ വരുന്നത്, ഹലോ ഫേസ്ബുക്ക് അല്ല അല്ലേ ആമസോണിലും ഇതിലൊക്കെ ഇഷ്ടമായ പ്രൊഡക്റ്റ് ഇല്ലേ. അപ്പൊ ഈ പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ ഇത് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഡാറ്റാബേസിൽ നിന്ന് സാധനം വരുമ്പോൾ അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാധനം അതിൽ എന്ത് ചെയ്ത് അവർ കുറച്ചും കൂടി രീതിയിൽ വേർഡ് പ്രസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ലിങ്ക് കൃത്യമായിട്ട് വരും. അത് ഓട്ടോമാറ്റിക് അതിൽ വേറെ പ്രത്യേകത ഉണ്ട്, SEO ഫുൾ കൃത്യമാണ്. എന്താ വെച്ചാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് ചെയ്യണം, അതിൽ നോക്കാൻ പറ്റും. പിന്നെ ഇഷ്ടംപോലെ അതായിരിക്കും വലിയ വലിയ വെബ്സൈറ്റ് ഒക്കെ ഇപ്പം ഈ ഫസ്റ്റ് റാങ്കിലേക്ക് വന്ന് കിടക്കുന്നതിന്റെ കാരണം അതായിരിക്കും. ഓക്കെ, നിങ്ങൾ ക്യാരി ഓൺ, ഞാൻ നിർത്തി. ഓക്കെ. ഇപ്പം അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ വേറൊരു കാര്യം, ഈ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിംഗില് വെളിയിലൊക്കെ ഇതാണ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പ്രോഗ്രാമാറ്റിക് ആയിട്ടുള്ള അഡ്വർടൈസിങ് അതിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാല് നമുക്ക് കുറെ ഡാറ്റാസ് കിട്ടും. ആ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ആ ഒരു റെലവെന്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയുള്ള ലീഡ്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഞാൻ മലപ്പുറത്താണ്. ഈ മലപ്പുറത്തുള്ള ഓരോ ഡിസ്ട്രിക്ട് പഞ്ചായത്തും ഓരോ ഉള്ളിലും ഞാൻ ചെയ്തത് എന്താണ്, ബെസ്റ്റ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസി ഇൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ലോക്കൽ പ്ലേസ് അടക്കം കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കലി ഇപ്പൊ ഞാൻ കോട്ടക്കലാണെങ്കിൽ അവിടെ കൊടുക്കുമ്പോൾ ഇന്ത്യ വരും, തിരൂര് കൊടുക്കുകയാണെങ്കിൽ വരും, പിന്നെ കൊച്ചി കൊടുക്കുകയാണെങ്കിലും കേരളം കൊടുക്കുകയാണെങ്കിലും ഒക്കെ അതിനനുസരിച്ച് പേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അവരെ ബുദ്ധി. ഇതെങ്ങനെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു ഡാറ്റാ സെറ്റ് മതി, പ്ലേസിന്റെ ഡാറ്റാ സെറ്റ് മാത്രം മതി. അതിൽ പെർമനന്റ് ആയിട്ട് കൊടുക്കണം, അവിടെയും മറ്റുള്ള സാധനം ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഇത് SLS കൊണ്ട് ഇത്രയും സാധനം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് ആയി എനിക്ക് മനസ്സിലായതും അതിന്റെ യൂസേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ പുതിയൊരു ടൈപ്പ് ഓഫ് SEO അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് മെത്തേഡ് ആണെന്ന് പറയാം അല്ലേ? ആണ്. ഇത് വളരെ കുറഞ്ഞ ആൾക്കാരെ ഇത് അറിയുള്ളൂ, നല്ല ഇതുള്ളവർക്ക് അറിയുള്ളൂ. ബ്രോ ആണ് ആ ടോപ്പിക് കൊടുക്കുന്നത്, അത് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. എനിക്ക് അത് ഭാഗം തന്നെ അറിയില്ലായിരുന്നു. അതെ, നമ്മൾ ഇതിന്റെ പുറകെ ആണല്ലോ. നമ്മള് ഇപ്പം അഡ്വർടൈസിംഗ് ആണ്, അഡ്വർടൈസ്മെന്റിന്റെ പുറകെ ആണ്. അപ്പൊ ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോഴും നമ്മളത് സെർച്ച് ചെയ്യുക, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യണം, ഈ ഒരു സെഗ്മെന്റ് ആണേലും. എന്നിട്ട് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇടുകയും വേണം. ഇപ്പൊ ഞാൻ കൂടുതൽ ഞാൻ നോക്കട്ടെ, എനിക്ക് എന്റെ ക്ലയൻസിനത് ചെയ്യാൻ പറ്റില്ല. നല്ലതാണ്. അപ്പൊ നമുക്ക് ഹലോ ബ്രോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ബ്രോ, നമ്മളിപ്പോ ഈ പറഞ്ഞ ടൂൾസും കാര്യങ്ങളെ കുറിച്ച് ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നമുക്കിപ്പോ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ടൂള് യൂസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ടൂളിന്റെ എന്താണ് പർപ്പസ് എന്നുള്ളത് ജസ്റ്റ് ഷോർട്ടായിട്ട് കൊടുത്താൽ മതി. അതെ, എല്ലാവർക്കും എടുത്ത് നോക്കുകയും ചെയ്യാം, അത് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞു വന്നാൽ പിന്നെ ആളത് എടുത്ത് നോക്കണമെന്നില്ല പൊതുവെ. ക്ലാസ്സിൽ ഇന്ന ടൂൾസ് ഇന്ന ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് എടുത്ത് നോക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ അടിച്ചു നോക്കും എന്താണെന്ന് അറിയാനായിട്ട്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇപ്പം ഈ ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ ഇപ്പം റൺ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ? ഇപ്പം വേറൊരു ബ്രോ പറയുന്ന കേട്ടു, പുള്ളി വെളി രാജ്യത്താണ് പുള്ളി അഡ്വർടൈസിങ് ചെയ്യുന്നത്, വേറെ ഏതോ രാജ്യത്താണ്. അപ്പം പുള്ളിക്ക് ഈ ഒരു ജോബിന്റെ അഡ്വർടൈസിങ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയായി.
അതിന് പ്രവീൺ ബ്രോ ആണെന്ന് തോന്നുന്നല്ലേ അതിന് റിപ്ലൈ കൊടുത്തത്. സോൾവ് ആക്കി കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നോർമലി അത് കുഴപ്പമില്ലാത്തതാണ്. നമ്മൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ്, ജോബ്സ്, അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി വരുന്ന ആഡാണത്. പക്ഷേ ഫോർ സം റീസൺസ് അത് എന്താ കാര്യം, കാരണം നമ്മളത് നേരിട്ട് കാണുന്നില്ലല്ലോ, അപ്പൊ അത് എന്താ കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അത് ഇപ്പൊ നമ്മള് ഓൾറെഡി ചോദിക്കുന്ന ഡീറ്റെയിൽസ് പ്രീഫിൽഡ് ഉള്ളതാണ്. പിന്നെ രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും കാരണമാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. പക്ഷെ അത് എന്റെ വേറൊരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചോദിച്ചു, ചെയ്തപ്പോൾ സെറ്റായി. എന്താ സംഭവം അറിയില്ല, പക്ഷെ മേ ബി അങ്ങനത്തെ റീസൺസ് ആയിരിക്കാം. പിന്നെ ഇപ്പൊ ഈയിടെ 2 ദിവസമായിട്ട് വരുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്പെൻഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തു എന്ന് പറഞ്ഞ എല്ലാവർക്കും മിക്കവർക്കും തന്നെ കാണിക്കുന്നുണ്ട് ഫേസ്ബുക്കിന്റെ. പക്ഷെ അത് ഈവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രീപെയ്ഡ് അക്കൗണ്ട്സിൽ അത് ബാധകമല്ല. പക്ഷെ അത് ഞങ്ങളുടെ ഇത് പോകുന്നുമില്ല. മേ ബി ഇപ്പൊ തന്നെ മാറുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതെ അങ്ങനെ ഒരു ലിമിറ്റേഷൻ എല്ലാത്തിലും ഉണ്ട്. എല്ലാ അക്കൗണ്ടിലും ഇത്ര ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പതിയെ ഇത് കൂട്ടിക്കൊണ്ട് വരണമെന്നേ ഉള്ളൂ. അല്ല, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് പ്രീപെയ്ഡ് അക്കൗണ്ടിലൊന്നും അങ്ങനെ സ്പെൻഡിന് ലിമിറ്റേഷൻ ഇല്ല അത്രേ. കാരണം നമ്മൾ പ്രീപെയ്ഡ് സ്പെൻഡ് ചെയ്യുന്നത് പോസ്റ്റ്പെയ്ഡ് അല്ല. അതെ പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ടിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ബിസിനസ് ആയിട്ട് മെറ്റേല് ബിസിനസ് അക്കൗണ്ട് എടുക്കുമ്പോഴായിരിക്കും പോസ്റ്റ്പെയ്ഡ് വരുന്നത്. അത് ചിലവർക്ക് അങ്ങനെയാണ് വരുന്നത് പോസ്റ്റ്പെയ്ഡ്. ആക്ച്വലി പോസ്റ്റ്പെയ്ഡ് അല്ല, അത് ആക്ച്വലി നമ്മൾ പറയുന്നത് ഒരു ഹൈബ്രിഡ് മോഡ് എന്ന് പറയും. അതായത് നമുക്കൊരു അപ് ടു 5,000 വരെ ഡിപ്പെൻസ് ഓൺ ദ അക്കൗണ്ട് ആണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടും. ഇപ്പൊ ഈവൻ നമ്മൾ നമ്മുടെ ഫണ്ട് തീരുമ്പോൾ ആർട്സ് നിൽക്കും എന്ന് വിചാരിച്ചപ്പോൾ ആർട്സ് നിൽക്കത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആവുകയും ചെയ്യും. അതെ അത് സത്യം പറഞ്ഞ പ്രോബ്ലം ആണത്. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയും പോകും. ലാസ്റ്റ് നോക്കുമ്പോ ഇത്ര നെഗറ്റീവ് ബാലൻസ് കിടക്കുകയും ചെയ്യും. അത് നമ്മൾ അറിയണം എന്നാണ് അവര് പറയുന്നത്. ഫിക്സ് ചെയ്യാനായിട്ട് പുതിയൊരു ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വേറെ ഓപ്ഷൻ അതിലില്ല. ശരിയാ. ഷാജു പറഞ്ഞ റൂം പോയി നോക്കിയോ? ഇതില് വേറെ പറയാനുള്ള ഇപ്പം ഇതിലായും ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പൊ ഗൂഗിൾ ആഡ്സില് ഇപ്പം പുതിയ ഗൂഗിൾ ആഡ്സിൽ എല്ലാ ആഡ്സും കൂടെ ഒരുമിച്ചായിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ ഗൂഗിൾ ആഡ്സിൽ? ബ്രോ ഗൂഗിൾ ആഡ്സിന്റെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടോ? ആഡ്സ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്റർഫേസ് മൊത്തം മാറിയിട്ടുണ്ട്. ഞാൻ പുതിയ ഇന്റർഫേസ് വന്നിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ടില്ല. പുതിയ അത് മുന്നോട്ടുണ്ട്. അത് പിന്നെ നമ്മളത് ചേഞ്ച് ചെയ്യുന്നതാണല്ലോ. ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഓഗസ്റ്റ് 31 വരെ പഴയ ഇന്റർഫേസേ ഉള്ളൂ എന്നാ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതെ ഞാൻ ഈ ഗൂഗിൾ ആഡ്സിലെ ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കുറെ പുതിയ ഇതില് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പ്രോബ്ലം ആണ്. ഈ പുതിയ ഒരു ടെംപ്ലേറ്റ് മോഡലാണല്ലോ UX. അത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പഴയത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സില്. അത് മാറ്റി പിടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ GA4ലേക്കുള്ള മാറ്റം പോലെ തന്നെ ഗൂഗിൾ ആഡ്സിൽ പെട്ടെന്ന് ഇപ്പൊ ഒരു ഒഫീഷ്യലി ഇപ്പൊ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 31 2 ദിവസം കൂടി ഉള്ള ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ മാത്രം കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് പഠിക്കുന്ന നിർബന്ധമായിരിക്കും. അത് പഠിക്കും. എന്താ വെച്ചാൽ അവർ അത്രയും മെനക്കെട്ട് ഒരു UX ചെയ്തിട്ട് അതയക്ക് മാറ്റും. അത് നമ്മൾ പഠിക്കൽ ഇതാണ് നമ്മളെ ബാധ്യതയാണ്. പക്ഷെ അത് സിമ്പിൾ ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് പരിപാടി ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അണ്ടർ കുറച്ച് റിസ്ക് ആയിരിക്കും അല്ലെ ഇന്റർഫേസ്. ഇപ്പൊ മുമ്പത്തെ അത്ര ഒരു ഫെമിലിയർ ആയിട്ടുള്ള വേർഡിങ് അല്ല അതില് കൊടുത്തേക്കുന്നത്. പുതിയ ഇതില്
ആ സൈഡിൽ നിന്നുള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ മുന്നേ ഉപയോഗിച്ച് വന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. നമ്മൾ ഓൾറെഡി ഫിക്സ് ആയി പോയത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. ചേഞ്ച് എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. ചേഞ്ച് ഭയങ്കര ഇഷ്യൂ തന്നെയാണ്. അതാണ് നമ്മളിപ്പോഴുള്ള ഫ്രീലാൻസർ ഒരിക്കലും ചേഞ്ചിന് നമ്മൾ ഇതാക്കാൻ പാടില്ല. അത് നമ്മൾ അംഗീകരിക്കാനാണ്. കാരണം എന്താ വെച്ചാൽ അതേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പിന്നെ നമുക്ക് ഡിമാൻഡ് കൂടുക. അതെ അതെ. ഹലോ, ഈ കൂടുതൽ കണ്ണേ ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയില്ല. ചെയ്തിട്ടുണ്ട്, പ്രവീൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ കറണ്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് ലിങ്ക്ഡിൻ ആഡ്സിന്. അപ്പൊ ജസ്റ്റ് ചോദിച്ചു. അല്ല, അത് എന്താണ് പ്രൊഡക്റ്റ്? എന്താണ്? അവരുടെ വില്ലാസാണ്. വില്ലാസാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് ഡിസ്പ്ലേ ക്യാമ്പയിൻ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഡിസ്പ്ലേ ക്യാമ്പയിനാണ് ഞാൻ റൺ ചെയ്ത് സ്റ്റഡി അബ്രോഡ് ചെയ്ത് വെച്ചത്. സ്റ്റഡി അബ്രോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാക്സിമം 5 years വരെ എക്സ്പീരിയൻസ് ഉള്ള ഗ്രാജുവേറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചത്. പക്ഷെ ആ ടൈമിന് ഞങ്ങൾക്ക് ഡിസ്പ്ലേ ആഡ്സ് ചെയ്തപ്പോൾ CPR വന്നിട്ടെന്ന് വെച്ചാൽ അറൗണ്ട് ഒരു 2000 അടുത്താ വന്നത്. അതെ, പോസ്റ്റ് റിസൾട്ട് വന്നത്. ഞാനത് മെസ്സേജിങ് ക്യാമ്പയിനിലേക്ക് സ്വിച്ച് ചെയ്തു. പക്ഷെ ആ സമയത്ത് CPR കുറയുകയും ചെയ്തു. അറൗണ്ട് 125 എന്നുള്ള രീതിയിൽ. അപ്പോൾ ട്രൈ ചെയ്തോ. ഗൂഗിൾ സെർച്ച് മൈക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞ കേട്ടില്ലായിരുന്നു. മെസ്സേജ് ആഡ് ആദ്യം ഡിസ്പ്ലേ ആഡൊന്ന് ട്രൈ ചെയ്യുക. അത് വർക്ക് ആവുന്നില്ലെങ്കിൽ മെസ്സേജ് ആഡ് നോക്കുക. ഓക്കെ ഓക്കെ. നമുക്കിപ്പോ മെസ്സേജ് ആഡ് ഇപ്പോ നമ്മൾ മറ്റേ നോർമൽ ക്യാമ്പയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വാട്സപ്പ് ത്രൂയിലേക്ക് മെസ്സേജ് കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് ആക്ച്വലി നമുക്ക് CRM വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാപ്പിയർ അങ്ങനത്തെ ടൂൾസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. സാപ്പിയർ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് നോർമലി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടേ, ലിങ്ക്ഡിൻ തന്നെയാണ് നമുക്ക് ലീഡ്സ് വരുന്നത്. അത് ഓൾറെഡി ഞാൻ CRM ത്രൂ ആയിട്ട് ഞങ്ങൾ CRM-ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് CRM-ൽ തന്നെ ഡയറക്റ്റ് ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് മെസ്സേജിങ് ക്യാമ്പയിൻ മനസ്സിലായില്ല. ഇപ്പൊ നമുക്ക് മിക്കപ്പോഴും ലിങ്ക്ഡിനിൽ മെസ്സേജ് ക്യാമ്പയിൻസ് നമുക്ക് വരാറുണ്ട്. അതാണ് എനിക്ക് എന്റെ ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വർക്കബിൾ ആയിട്ട് തോന്നിയത് എനിക്കതായിരുന്നു. പേഴ്സണലൈസ്ഡ് മെസ്സേജ് വരുന്നതാ നമ്മൾ ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ട്? അതെ അതെ. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ കുറെ കോഴ്സിന് മെയിൻലി ഞാൻ കണ്ടിട്ടുള്ള കോഴ്സുകളാണ്. അല്ല, നമ്മുടെ മെസ്സേജിൽ വരും, ലിങ്ക്ഡിന്റെ മെസ്സേജിനുള്ളിൽ വരും. അവിടെ തന്നെ ലിങ്ക്ഡിനില്. ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോ. ആദ്യം ചെയ്തിട്ട് ചെയ്താൽ മതി. കാരണം മേ ബി നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഡിസ്പ്ലേ ക്യാമ്പയിൻ വർക്ക് ആയേക്കാം. ഇത് നമ്മുടെ 2 കോടിയൊക്കെ പ്രൈസ് വരുന്ന വില്ലാസാണ്. അത് പറ്റും. അതല്ല അവിടെ അല്ല പറ്റലത്. ഓക്കെ, അത് അത്യാവശ്യം പറ്റും. അത് ശരിയാ. ഞാൻ ഒരു അത്യാവശ്യം വലിയൊരു ക്ലയന്റ് ആണ്. അപ്പൊ അവര് മൊത്തം നല്ലൊരു എമൗണ്ട് ആണ് ആഡ്സ് മാറ്റി വരുന്നത്. ഫൗണ്ടേഴ്സിനെ പിടി, ബാംഗ്ലൂർ ഫൗണ്ടേഴ്സിനെ പിടി. ക്യാഷ് ഉള്ളവരടുത്തല്ലേ? ക്യാഷ് ഉള്ളവർ കളിക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് എക്സും ഒന്ന് ഇതും ലിങ്ക്ഡിനും. അപ്പൊ നമ്മള് സ്ട്രാറ്റജിക്ക് കുറവുണ്ടെങ്കിൽ എനിക്കുണ്ട് പിടി, ഞാൻ ശരിയാക്കി തരാം. ബ്രോക്ക് മെസ്സേജ് അയച്ചോളാം ലിങ്ക്ഡിൻ ഡൗട്ട് വരുമ്പോ. പ്രവീൺ ബ്രോ അതിന്റെ എക്സിക്യൂട്ടീവ് പറഞ്ഞോ, ഞാൻ ലോജിക്കലി ഞാൻ കാണിച്ചു തരാം ഇവിടെ ആരാ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ലിങ്ക്ഡിന്റെ സ്ട്രാറ്റജിക്ക് വേണ്ടി ഞാൻ എന്തായാലും വിളിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞാൽ മതി. നമ്മള് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഉഷാറാക്ക്, പൊളിക്ക. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്റെ ഒരു ഡൗട്ടിനാണ്. പിന്നെ അതുമല്ല ഈ ഒരു കാര്യം കൊണ്ട് ഈ പിന്നെ വില്ലാസില് ഗൂഗിൾ ആഡ്സും ബെറ്റർ ആണല്ലോ. എന്തായാലും ഈ ഗൂഗിളില്
മനസ്സിലായി ബ്രോ. അവര് ഗൂഗിള്, മെറ്റ, ഇത് കാണുന്നുണ്ടോ? മൂന്നും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാണുന്നുണ്ടോ? പറയുന്നുണ്ട്. മൊത്തം ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഇതാണോ ഈ മെസ്സേജ് ആഡ് എന്ന് പറഞ്ഞ സാധനം? അതെ അത് തന്നെ. ഇവിടെ വരുന്നതാണ് മെസ്സേജ് ആഡ്. Sponsored. അല്ല ബ്രോ, നമുക്ക് ഈ മെസ്സേജ് ആഡ് ഇത് ചെയ്തോണ്ട് എനിക്ക് ഇത് കാര്യം ഉണ്ടാവും, റെലവന്റ് ചെയ്തോണ്ട് കാര്യം ഉണ്ടാവും. ഈ വില്ലേജസിന്റെ എടുത്ത് നോക്കുക മാത്രമല്ലോ ചെയ്യത്തുള്ളൂ. അതേ ഞാൻ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്പ്ലേ ആഡ് ആകുമ്പോ ഇവിടെ വരിക, അതൊന്ന് കാണിച്ചത്. ഇപ്പൊ താഴേക്ക് വന്നേ, ഇപ്പൊ ഇതേപോലെ തന്നെ വരും. ഇതല്ലേ ഇത് ഡിസ്പ്ലേ ആണല്ലേ? ഡിസ്പ്ലേ ആഡ് ആണോ? ഇത് പ്രൊമോട്ടഡ് ആണ്. ഇത് പ്രൊമോഷൻ സാധനം തന്നെയാണ്. ഇത് ഡിസ്പ്ലേ ആഡ് ആണോ എന്റെ ക്വസ്റ്റ്യൻ? അതെ, ഇത് ഡിസ്പ്ലേ ആഡ് ആണ്. ഇങ്ങനെയും വരും, പിന്നെ ഇങ്ങനെയും വരും. പിന്നെ വീഡിയോസ് ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് Hello everyone. So this is Sai here. I'm working with Delta for the past 10 years. ഇത് വീഡിയോ ആഡ് അല്ല, ഇത് വീഡിയോ. So today I'm here to share some വരുന്ന thoughts. ഏരിയാസ് കുറെ. പിന്നെ എന്നാ, ഞാൻ ഇവിടെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത ആളാണ്. പിന്നെ അതുമല്ല, സിസ്റ്റത്തില് ലിങ്ക് ഓപ്പൺ ആക്കുമ്പോ സൈഡിൽ വരുമല്ലോ, സൈഡിലായിട്ട്. അങ്ങനല്ലേ സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കുമ്പോ ലിങ്ക്ഡിൻ? ഇതാക്കണേ ഇപ്പൊ 2000 ഇപ്പൊ അടുത്തടിക്കും. അത് ശരി, നിങ്ങള് പൊളിച്ചടിക്കണ ഏരിയ ഉള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്. കളിക്കണമെന്നുണ്ടെങ്കിലേ കളിയൊക്കെ അങ്ങനെയാണ്. എന്താ പറയാ, ഗൂഗിൾ ആഡ് മെറ്റാഡൊന്നും ഒന്നും അല്ലല്ലോ. അതായത് ഗൂഗിൾ ആഡ് ഒരു പുഴയാണെങ്കിൽ ലിങ്ക്ഡിൻ ആഡ് അത് കടലാണല്ലോ. എടോ, ടാർഗറ്റിങ് അടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മീൻസ് ഫേസ്ബുക്ക് വെറുതെ പൈസ ചെലവാക്കരുത്. അത് ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് ലിങ്ക്ഡിൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഫൗണ്ടേഴ്സിനെ കിട്ടണം. അല്ലാതെ വെറുതെ നിങ്ങൾ പറഞ്ഞ ഗൂഗിൾ ആഡ്സ് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരു 10 പൈസ 1 ലക്ഷം റുപ്യ സാലറി ഉള്ളവനും കിട്ടിയിട്ടും കാര്യമില്ല. ബിസിനസ്സുകാരെ കിട്ടണം. പിന്നെ അതാണ് നിങ്ങൾ ആഡ് സ്പെൻഡ് കൊടുത്ത് ബിസിനസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ആ മൈൻഡിലൂടെ തന്നെ കാണണം. ടൂളൊക്കെ നമുക്ക് ഏത് ഉപയോഗിക്കാം. ടൂള് വിജയിക്കലും വിജയിക്കാതിരിക്കലൊക്കെ, പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് വിഷൻ ഉണ്ടായിരിക്കണം. ഈ സാധനം ആർക്ക് വെക്കണം, ആര് വാങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡിബേറ്റ് അടിക്കാം. ഞാൻ പറഞ്ഞു എക്സിലും പിന്നെ ലിങ്ക്ഡിനിലും മാത്രം ചെയ്താൽ തന്നെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ലൊക്കേഷൻ വേറെ ബേസ് ആണ്. ലൊക്കേഷനും വേണം. ലൊക്കേഷൻ ദുബായ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഏരിയ വരുന്ന ആൾക്കാർ ഇത് വരാം. പിന്നെ കൊച്ചിയിൽ വേണമെങ്കിൽ കൊടുക്കാം. അതിന് കുറച്ച് ലീസ്റ്റ്. എന്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് റേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് റേറ്റ്. ബ്രോ, എക്സ് ട്വിറ്റർ ആണോ ഉദ്ദേശിച്ചത്? ഹലോ അതെ ട്വിറ്ററാണ്. ട്വിറ്ററിൽ ഒരു ആഡ് ചെയ്യും. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ട്വിറ്ററും കൂടി ഞാൻ വിചാരിച്ചിരുന്നു. ആരും ഇതിനെ കുറിച്ച് പറഞ്ഞേക്കില്ല. ഈ ലിങ്ക്ഡിനും ഇത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ട്വിറ്റർ ആടുണ്ട്. അത് ശരി, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ട്വിറ്റർ ട്വിറ്റർ ഉപയോഗിക്കണം. പേര് പക്ഷേങ്കിലേ ഈ ട്വിറ്ററിൽ ഞാൻ ഓപ്പൺ ആക്കിയപ്പോ ഒന്നും ഈ അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല. അത് വേറൊരു കാര്യം. സ്ക്രോൾ അനുസരിച്ച് ട്വിറ്ററിൽ ഇതാണ്. നമുക്ക് അതിന് പൈസ വരെ കിട്ടും. ഒരു സാധാരണ ഒരു 50 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മോണിറ്റൈസേഷൻ അപേക്ഷിക്കാം. ഇതൊക്കെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആൾക്കാരായിട്ട് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എക്സിലേക്ക് വരി. കേരളത്തിൽ വളരെ കുറവാണ്, പക്ഷെ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. അല്ല, എനിക്ക് എക്സ് ഉണ്ടായിരുന്നു ബ്രോ പണ്ട്. പക്ഷെ ഒരു പ്രൊഫൈല് കുറെ ബ്ലോക്ക് അടിക്കാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അവസാനം അക്കൗണ്ട് ബാൻ ആയി പോയി. പുതിയത് എടുക്കൂ, എന്നിട്ട് കടന്നു വരൂ. അത് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് വേറെ നമുക്ക് പുറത്തുള്ള ക്ലയന്റ് നമുക്ക് കുറച്ചും കൂടി വളർച്ച വരികയാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞാൻ എത്തിയത്. ഞാൻ ആകെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതാണ്. മടിയാണ് ഫസ്റ്റ് ഒരു പോസ്റ്റ് ഇടാനാ മടി. സത്യം പറഞ്ഞാൽ ലിങ്ക്ഡിൻ ഞാൻ ഉണ്ടാക്കിയിട്ട് 5 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ പോസ്റ്റ് ഇട്ടിട്ട് തുടങ്ങിയ ശേഷം എനിക്ക് പെട്ടെന്ന് ഇൻഫോസിസ് ഇതിനൊക്കെ കോൾ വരും. എനിക്ക് ഇന്ന് ഇൻഫോസിസ് വിളിച്ചിട്ടുള്ളൂ. കുറച്ച് മുന്നേ TCS വിളിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. പക്ഷെ അവര് ഇന്നോസിൽ വർക്ക് ചെയ്യാനാണോ അതോ ഫ്രീലാൻസ്? അതിന് ശരി. പക്ഷെ നമ്മള് വിട്ടുകൊടുക്കൂല. നമ്മള് ഓൺടർപ്രണർ. പിന്നെ നമ്മൾ വെറുതെ ചെറിയ കമ്പനീസിൽ വർക്ക് ചെയ്യാം. EY വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അറിയാം ഒരുവിധം ഇതൊക്കെ എങ്ങനെ പോണ്. MNC പുറത്തത്തെ MNC വർക്ക് ചെയ്തുകൊണ്ട് വരെ ഇത് ഐഡിയ ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല്
നടക്കും. നമ്മൾ അങ്ങനെ തന്നെ എല്ലാവരും കൂടി നോക്കി നടക്കും. ഞാൻ പറഞ്ഞു ഈ എക്സൽ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്ത് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കൽ നല്ലതാണ്. ഇതിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് എക്സൽ നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് പുറത്തുള്ള ഓക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ പഠിക്കാനും എപ്പോഴും അതിനൊക്കെ ബ്രോ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക്ഡിനിൽ എല്ലാവരും ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ആ ഒരു ഇത് പഠിക്കുക. ലിങ്ക്ഡിൻ ജേണി പഠിക്കൽ നിർബന്ധമാണ്. അത് ഓട്ടോമാറ്റിക്കലി ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ഉപകാരമാണ്. പുറത്ത് നല്ല വാല്യൂ ആണ്. നിങ്ങളുടെ ഫ്രീലാൻസ് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള വാല്യൂ ആണ് അത്. അപ്പൊ ശരി അതിലോട്ട് ശരി അതെ ഇത് അതെ ഫ്രീലാൻസിന് വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ്. വളരെ ഉപകാരപ്പെടും. ബ്രോ എനിക്ക് ഈ എത്ര വർക്ക് ലിങ്ക്ഡിൻ ഡയറക്റ്റ് വഴി ചെയ്യുന്നുണ്ട്. ബ്രോ ലിങ്ക്ഡിൻ വഴി ഫ്രീലാൻസ് എടുത്താകണം നമ്മളെ കണക്ഷൻസ് അത്യാവശ്യം നമ്മുടെ പ്രൊഫൈൽ അത്യാവശ്യം കണക്ഷൻസ് ഉണ്ടാവണല്ലോ, എന്നാലൊക്കെ ഉള്ളൂ. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടല്ലോ അല്ല അത് ലിങ്ക്ഡിനില്. വരും. അത് വരും എന്ന് വെച്ചാൽ ഒരു 50+ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ ഓരോരുത്തരെ കാണുന്നത് വാച്ച് ചെയ്യുന്നതും ലൈക്കും കമന്റും റീപോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്. ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. റീപോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിൽ ചെയ്യുന്ന ഷെഡ്യൂളിംഗ് ഉണ്ട്. പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അനലിറ്റിക്സിൽ കുറെ, അതുപോലെ തന്നെ പിന്നെ ടാഗിങ് ഉണ്ട്. പിന്നെ കുറേ ഞാൻ ഓരോ ഓപ്ഷൻസും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് എനിക്കൊരു ഇത് ഐഡിയ കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോൾ ഇടാൻ പറ്റും. കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ സത്യം അതെ പറഞ്ഞാൽ അതെ ലിങ്ക്ഡിനിൽ നിങ്ങളൊരു പുലിയാണ്. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞില്ലേ? പഠിച്ച് ചെയ്തു തുടങ്ങിയതാണ്. അങ്ങനത്തെ ആരും ഇതാക്കില്ല. എനിക്കിത് പക്ഷെ പിന്നെ എന്റെ ഒരു വേറെ പറയും. ഒരു സംശയം എന്ന് വെച്ചാല് ഈ എക്സില് എങ്ങനത്തെ ടീംസ് ആയിരിക്കും നമുക്ക് ഓൾ ഓവർ വേൾഡ് നമുക്ക് എക്സില് കണക്ട് ചെയ്യാൻ ഇങ്ങനെ പറ്റുമല്ലോ? ഓൾ ഓവർ ഹൈ റേഞ്ച് കളിയാണ്. അതിൽ നമ്മളൊന്നും ചെയ്യില്ല. അതില് വെറുതെ നോക്കിയാൽ മതി. അതിൽ പേരുണ്ട് തന്നെ. നമ്മളിപ്പോ ആദ്യം എന്താ അതിൽ എക്സിസ്റ്റ് ആവുക. എന്നിട്ട് ആ നമ്മളെ ഫാമിലി പിന്നെ ഓക്കെ നമ്മൾ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതന്നെ ഒരു വാല്യൂ ആണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പഠിക്കുക. അതിലൊരു ആഡ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇതിപ്പോ ഞാൻ പറഞ്ഞ എങ്ങനെ അതിൽ ഉപയോഗിക്കണം. അത് എല്ലാവർക്കും നമുക്ക് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആണ്. എക്സിലും ഇടണം, അതുപോലെ തന്നെ അതെ ലിങ്ക്ഡിനിലും ഇടണം. അത് നമ്മൾ പഠിച്ചിട്ട് അപ്പോഴാണ് നമുക്ക് കമ്മ്യൂണിറ്റി കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതെ അതെ ഭയങ്കരമാണ്. അതിന്റെ അതുകൊണ്ടാണ് അതെ ഞാൻ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി തന്നില്ല. ഇതിപ്പോ ഈ ഇത് ഷെയർ ചെയ്തത് ഇങ്ങനെ കാര്യങ്ങൾ അതുപോലെ എനിക്ക് കാര്യങ്ങൾ അതെ കിട്ടുന്നത് പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോ പറ്റും. അപ്പൊ അത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം അശ്വിൻരാജ് എന്തായാലും ഒരുവിധം ഫൗണ്ടേഴ്സുകളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യും. സോക്കന്റെ ഇത് നോക്കി നോക്കി അതെ ഞാൻ എന്തായാലും ലിങ്ക്ഡ് ആഡ്സിനസ് എന്താ ചെയ്തിട്ട് പറയാം. കാരണം ഇതിപ്പോ നമുക്കും ഈ ലിങ്ക്ഡ് ആഡ് ഒക്കെ നമ്മൾ ക്ലാസ് ഒക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ഉള്ള മാർക്ക് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പുള്ളി ക്ലയന്റ് വന്നത്, ലിങ്ക്ഡ് ആഡ് ചെയ്യണം എന്നപ്പോ ഓക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് സപ്പോർട്ട്, നമുക്ക് ഒരാൾ അസിസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഒരാൾ അതെ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾക്ക് അതെ വർക്ക് അതെ എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ലല്ലോ. പിന്നെ ഈ അതെ അതെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പില് റീഡയറക്റ്റ് ചെയ്തുകൂടെ. എനിക്ക് ഏതായാലും വർക്ക് വരികയാണ്, എനിക്കറിയില്ല. ഞാൻ പിന്നെ അത് നല്ലൊരു കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ സുഖല്ലേ. നമുക്ക് വന്നാൽ നമ്മളെ അതെ പേരുണ്ടാവുമല്ലോ. ഇനിയിപ്പോ എനിക്ക് അപ്പൊ ഇതിന്റെ ത്രൂ ആണ് വന്നത്. വർക്ക് കിട്ടുന്നത് ഏണിങ്സും അല്ല, ലോങ് ടേം ആണ് നോക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ആണ്. ആൾക്കാരൊന്നും ലോങ് ടേം തീരെ നോക്കൂല. ഇപ്പൊ ഇന്നൊരു ലിങ്ക്ഡിനിൽ ഒരു ഇത് കണ്ടു വെച്ചാല് എല്ലാവരും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് ആൾക്കാരുടെ അടുത്തേക്ക് പോണത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഇമാജിനറി പ്രൊഡക്റ്റ് കാണിച്ചിട്ട് അങ്ങനെയാണ് ആ വലിയ വലിയ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവുന്നത്. ഒരു വീഡിയോ അതെ മാത്രം അതെ മതി. ഒരു സിമ്പിൾ വീഡിയോ വെച്ച് കഴിച്ചിട്ട് കോടികൾ വൈസിയിൽ വരെ എത്തിയവരുണ്ട്. മനസ്സിലായ? അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റും കോഡിങ്ങും അല്ല, നമ്മൾ ഒരു ആശയം ഐഡിയ അതിനുള്ള ആ ഒരു ഇത് അതാണ് വലിയത്. ഐഡിയ ആണ് വലിയത്. എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ വേറെ. ഐഡിയ ഉണ്ടോ അത് ഒരുവിധം വലിയ ആൾക്കാരൊക്കെ നോക്കലുണ്ട്. ഐഡിയ ഉണ്ടോ, ആ പെർസിവറൻസ് ഉണ്ടോ, ഡെഫിനറ്റ്ലി നമ്മൾ അതെ സപ്പോർട്ട് ചെയ്യും. അതെ അതെ അതാണ് അതുകൊണ്ട് ഫൗണ്ടേഴ്സിന്റെ ക്വാളിറ്റി പെട്ട ഇപ്പോഴത്തെ ഒരു മിക്ക ആൾക്കാരും ചെയ്യുന്നത് വെച്ചാല് ഇപ്പം അവർ പ്രൊഡക്റ്റ് ഇല്ലേ പോലും പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിച്ച് ചെയ്ത് അവർ പ്രൊഡക്റ്റ് സെല്ലിങ്ങിന്റെ വക്കി വരെ എത്തിച്ചിട്ടായിരിക്കും അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് സെല്ലിങ്. അതാണ് ക്വാളിറ്റി. നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു സാധനത്തിന് പറയാൻ പറ്റുമോ, നമ്മൾ ഏത് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ അത് അതിന്റെ സെയിൽസ് പഠിക്കണം. അതിന്റെ സെയിൽസ് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. നമുക്ക് കൺവേർഷൻ റേറ്റ് നമ്മൾ സ്വന്തമായിട്ട് നോക്കണം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോഴാണ് അവിടെയാണ് നമ്മൾ വിന്നിങ് ആവുന്നത്. അപ്പോഴാണ് കുറെ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോറി അതെ ഞാൻ അതെ അതെ 9:38 ഓക്കെ സോറി. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാമാറ്റിക്കിലോട്ട് തിരിച്ചു വരൂ. മറ്റേ പ്രവീൺ ബ്രോയുടെ അവിടെ മറ്റേ കറണ്ട് പോയെന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. പുള്ളിയുടെ കറണ്ട് പോയതുകൊണ്ട് പുള്ളി പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാമാറ്റിക് നിർത്തണമെങ്കിൽ ഈ പ്രാവശ്യം ഒരു ലാസ്റ്റ് ഒരു സീരിയൽ ഏത് ടൈമിലാണ് നിർത്തുക? ഇപ്പൊ പ്രോഗ്രാമാറ്റിക് SEO ആൻഡ് പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ് അതാണല്ലോ നമ്മള് ഇതിൽ ഇട്ടിയത് തന്നെ. അതിന്റെ ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ബ്രോ പറയുന്നോ? അല്ല, റിയാസ് ഭായി പറയൂ. അതിന്റെ ഒരു വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സാമ്പിൾ, ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സാമ്പിള് റിയൽ ലൈഫ് പുതിയ ഹലോ വേറെ കേസ് പറയട്ടെ ഇപ്പൊ ഇതില്
ബ്രോ പറയും. ഓക്കെ ബ്രോ, ഞാൻ വേറെ ഒന്നല്ല, ആ. നമ്മൾ നിലവിൽ ഈ സൈഡില് കോഴിക്കോട് ബേസ്ഡ് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സെപ്റ്റംബർ 1, 2, 3 ഒക്കെ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ എക്സ്പോ നടക്കുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് പങ്കെടുക്കുന്ന എക്സ്പോ ആണ്. ബ്രോ അപ്പൊ ഞാൻ ഓക്കെ വരും, ഓക്കെ. ബ്രോ ഉണ്ടെങ്കിൽ ഞാൻ വരും. അല്ല ബ്രോ, ഞാൻ കറന്റ് എറണാകുളമാണ്. അപ്പൊ ഞാൻ അപ്പോ 1, 2 എന്ന് വെച്ചാൽ പറയാൻ എനിക്ക് വേറെയും ചെറിയൊരു വേറെ നേരത്തെ എടുത്ത വെച്ചാണ് ഒരു വർക്ക് ഉള്ളതുകൊണ്ട് എനിക്കത് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നെ വന്നേനെ. എക്സ്പോ അത് വലിയ കുറെ കമ്പനീസ് വരുന്നു. അപ്പൊ നമുക്ക് ഈ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് നോക്കുന്നവർക്കൊക്കെ കുറെ കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. കഴിഞ്ഞ എന്താ വർഷം പേരെന്താ? എടാ കോഴിക്കോട് ട്രേഡ് സെന്റർ വെച്ച് നടക്കുന്ന എക്സ്പോ ജസ്റ്റ് നോക്കിയാൽ മതി. സെപ്റ്റംബർ 1, 2, 3 കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടന്ന എക്സ്പോ മൊത്തം മാനേജ് ചെയ്ത് ഞാനായിരുന്നു. സോളാർ കമ്പനിയുടെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം നവംബറിലായിരുന്നു. നവംബർ 1, 2, 3 എന്തോ ആയിരുന്നു. ഇവന്റുകൾ അറിയിക്കട്ടെ, അത് വലിയൊരു അറിവാണ്. ഇവന്റുകൾ അറിയിക്കുക, ഓൺലൈനും ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഇവന്റുകൾ എപ്പോഴും ഇടുക എന്നുള്ളത് ഇവന്റ് വലിയൊരു മാർക്കറ്റിംഗ് ആണ്. ഫ്രീലാൻസറിന് എപ്പോഴും വേണ്ട കാര്യമാണ്, എപ്പോഴും വേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ എത്തിപ്പെടാം. ഇപ്പൊ നമുക്കിപ്പോ നെതർലാൻഡിൽ ഞാൻ ഈ പറയുന്നത് എനിക്ക് നെതർലാൻഡിൽ ട്രെയിനുണ്ട്, ലണ്ടനത്തെ ഒരു വർക്ക് ഉണ്ട്, ഞാൻ എടുത്തില്ല. ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വന്നതാണ്, ഞാനൊന്നും കാട്ടിട്ടില്ല. ഞാൻ ഇവിടെ നിന്നുള്ളതിൽ ഓരോ പരിപാടി ബാംഗ്ലൂർ അതുണ്ട് ഇതുണ്ട് പറയുമ്പോൾ വീക്കെൻഡിൽ വെറുതെ പോയി നോക്കും. അങ്ങനെ പോയി നോക്കിയിട്ട് വലിയ വർത്താനം പറയാർക്ക് ചിലപ്പോൾ അവിടെ നിന്ന് മിണ്ടാതിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും. ഇവന്റ് നമ്മുടെ ഈ 31-ാം തീയതി നമ്മുടെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ കേരളത്തിലുള്ള മറ്റേ ടൂറിസം ട്രാവൽസ് ആൻഡ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവരുടെ ഒരു ഇവന്റ് വെച്ചിട്ടുണ്ട്. സന്തോഷ് നമ്മുടെ സന്തോഷ് ടൂറില്ലേ, പുള്ളിയാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനത്തെ പോസ്റ്റ് നമുക്ക് ഗ്രൂപ്പിൽ എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ എൻട്രി ആന്ന് പറഞ്ഞ കാണിച്ചാണ്, ഫ്രീ എൻട്രി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 31-ാം തീയതി സിയാലിൽ വെച്ചോ, എറണാകുളം സിയാൽ കൺവെൻഷൻ സെന്റർ. നമ്മള് ഫോക്കസ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ആൾക്കാർ കൂട്ടി നമുക്കൊരു ഇവന്റ് നടത്തണം എന്നുള്ളതാണ് എന്റെ ഒരു ഇഷ്ടം. അതെ അതെ നമ്മളെന്നെ തൊട്ടുകൂടിയാൽ തന്നെ ഒരു ഇവന്റ് ആവും. അതെ അതെ, ഓഫ്ലൈൻ ഇവന്റ് എന്തായാലും ഈ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇത് റിയാസ് ഭായിയുടെ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ കൊച്ചിയിൽ ഒരു ഫ്രീലാൻസേഴ്സിന്റെ ഒരു ഇവന്റ് ഒരു 2 മാസത്തിനുള്ളിൽ ഒരു ഓർഗനൈസ് ചെയ്യാം. ചെറിയ ഓളെങ്കിൽ ചെറിയ രീതിയിൽ. ആദ്യം ആരും പ്രതീക്ഷിക്കണ്ട, ഈ കാണുന്ന 6 പേര് മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ. 4 പേരോ 2 പേര്, രണ്ടിൽ കൂടുതൽ 3 ഇതാണ് ഗ്രൂപ്പായി, മനസ്സിലായേ? 2 കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. അതാണ് സിറ്റുവേഷൻ. കമ്മ്യൂണിറ്റി ആയി, 2 കൂടുതൽ കമ്മ്യൂണിറ്റി ആണ്, അത്ര മതി. ഈ ഒരു കൺസിസ്റ്റൻസി ഇത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഏത് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി മീറ്റിംഗ് ഞാൻ കാണില്ല. പക്ഷെ കൺസിസ്റ്റൻസി മെസ്സേജ് ചെയ്യണ കുറെ ടീമുകളുണ്ട്. പക്ഷെ ഈ ഒരു ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ല നിങ്ങൾ എറണാകുളത്തേക്കാണെങ്കിൽ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി വരാം. കാരണം എനിക്ക് എറണാകുളം എന്ന് പറഞ്ഞ വലിയ ഇതൊന്നും മീറ്റ് ചെയ്യാൻ വലിയ ദൂരം. കാരണം എന്റെ ആരും ഞാനൊരു ഭാഗം പറയാം, ഞാൻ ആ വൈക്കുണ്ടാവില്ല. ഞാൻ അങ്ങനെ നിലനിൽക്കുന്ന മലപ്പുറത്തും ബാംഗ്ലൂരും ഉള്ളത്. ഞാന് പക്ഷെ ഞാന് സപ്പോർട്ട് ചെയ്യും, എങ്ങനെ ആയാലും ഈ കാര്യത്തിന് അത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും ആൾക്കാർ വരുന്ന രീതിയിലേ നമുക്ക് പ്ലാൻ ചെയ്യാൻ. ഓഫ്ലൈൻ എന്തായാലും എന്നുവെച്ചാൽ ഓൺലൈൻ ആൾക്കാർ ഇങ്ങനെ കയറി നിൽക്കുമ്പോഴേ ഓഫ്ലൈനിലോട്ടൊരു വരാനുള്ള ആൾക്കാരുടെ ടെൻഡൻസി കൂടത്തുള്ളൂ. ഞാൻ ഇന്നിപ്പോ ചെയ്തത് ഈ നമ്മൾ ടൂൾസുകൾ ഇടുന്നില്ല, ടൂൾസുകൾ കണ്ട ആളുകൾ ഓട്ടോമാറ്റിക്കലി വരും. ടൂൾസ് ഉണ്ടോ ആള് വരും, അത് ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇവരാരും ഇടാത്ത കാര്യങ്ങളാണ്. ഇഷ്ടംമാതിരി ടൂൾസ് ഉണ്ട്, ഇഷ്ടംമാതിരി ടൂൾസ്. ഇന്ന് തന്നെ ഇപ്പൊ ഞാനൊരു പിന്നെ ഒരു 15 ടൂളോളം ഞാൻ ഇതിൽ നോക്കി. ഞാൻ പക്ഷെ നോക്കുന്നത് എന്ത് ചെയ്യും, ഞാൻ വേറെ രീതിയിൽ ഗൂഗിൾ നോട്ട്സ് ഞാൻ വെച്ചാൽ കുറെ ഇപ്പൊ എനിക്ക് ആദ്യം അറിയുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പണ്ട് പഠിക്കുന്ന ടൈമാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് ആവശ്യം വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം. അതിപ്പോ ഞാൻ വാട്സപ്പ് ആയിക്കോട്ടെ, അത് സ്റ്റാർ ചെയ്തിട്ടും കാര്യം. പക്ഷെ നമ്മളത് സ്വന്തമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന വേണം. അത് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടും കാര്യമില്ല. അത് നമ്മൾ വേറെ നമ്മളെ നോട്ടിൽ തന്നെ അത് ചെയ്യണം. അത് ചെയ്യുന്ന വേണം. എന്നാൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്നതാണ്. മറ്റേ ആരുടെയെങ്കിലൊക്കെ റീൽസ് ഉണ്ടാവും, അതെടുത്ത് ഞാൻ ഇടാറുണ്ട്. ഇപ്പൊ ടൂൾസ് ആയിട്ട് വരുമ്പോഴേ അതൊക്കെ പറ്റും. അതൊക്കെ എപ്പോഴും ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസമായിട്ട് ഞാൻ സ്ട്രാറ്റജി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഞാൻ ലിങ്ക്ഡിനിൽ എടുത്തത് ആഴ്ചയിൽ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. ഇന്ന് എനിക്ക് കോള് വരലുണ്ടപ്പോഴാണ് ഞാൻ പഠിച്ചത് എനിക്ക് കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പിന്നെ ദിവസത്തിൽ
പിന്നെ ദിവസത്തിൽ ഓരോന്നീച്ച് ഇട്ടോക്കി. അതിനൊക്കെ വേറെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ അതൊന്നും ആർക്കും അറിയില്ല. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം പിന്നെ റീച്ച് കൂട്ടിയത്. ഓരോ ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അത് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗ്രൂപ്പ് ഒന്നും വേണം, എനിക്ക് ഞാൻ സ്വന്തം ഓർഗാത്ര മതി എന്നുള്ള രീതിയിൽ വെച്ചതാണ്. എന്നാലും 1000 പിന്നെ എന്നും എന്റെ റീച്ച് 400 എങ്ങനെയാലും എത്തും. ആ രീതിയിലോട്ട് ഇംപ്രഷൻസ് അങ്ങനെ ഇംപ്രഷൻസ് തന്നെ പോകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെയാണ് 50 ആൾക്കാരോളം പ്രൊഫൈൽ ഇരിക്കുന്നുണ്ട്, കോളുകൾ വരുന്നുണ്ട്. ഇത് മതി, ഇത്ര മതി. ഞങ്ങൾക്ക് പക്ഷേ ഈ ഒരു